അപ്പോൾ എല്ലാവർക്കും ക്യാപ്ചേർഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗീവറി സാബു. ഇത് പുതിയൊരു ചാനലാണ്. ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് വീഡിയോ ആയതിന് ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ടെൻഷനൊക്കെ കഴിഞ്ഞാണെങ്കിൽ ഇരിക്കണം. അപ്പോൾ ഈ ചാനലിൻ്റെ ബേസിക്കലി കടന്നു പോകുന്നത് ഫോട്ടോഷോപ്പ് എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫിയും ഒക്കെ ആയിട്ടാണ്. അത് മാത്രമല്ല കുറച്ച് റിയാക്ഷൻ വീഡിയോസും പറ്റുമെങ്കിൽ ചിലപ്പോൾ റിവ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഭാവിയിൽ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ലാഗ് അടുപ്പിക്കുക, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തീർച്ചയായും തമിഴിലേക്ക് കണ്ടു കാണും. ഈ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു പടത്തിന് ഒരു കാർട്ടൂൺ എഫക്റ്റ് കൊടുക്കുക എന്നൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ആരും ലോഗോ കാണിച്ചിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ചെറിയൊരു സാമ്പിൾ ഇമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ സെലക്ട് ചെയ്ത് മാറ്റാൻ ഇഷ്ടംപോലെ വഴികളുണ്ട്. പെൻ ടൂൾ ഉപയോഗിക്കാം, ലേസർ ടൂൾസ് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉപയോഗിക്കാൻ പോകുന്നത് ക്വിക്ക് സെലക്ട് എന്ന ടൂളാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ 2020 ഫോട്ടോഷോപ്പ് ആയതുകൊണ്ട് അതിലെനിക്ക് സെലക്ട് സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? അപ്പോൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോഷോപ്പ് കഴിഞ്ഞ് നമുക്കൊരു സെലക്ഷൻ തരും. അപ്പോൾ കുറച്ച് അന്ന് എന്താ പറയുക, ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഫോട്ടോ മാറുന്നതനുസരിച്ചിട്ട്. ചിലപ്പോൾ ചില സെലക്ടിന് വലുതായിരിക്കും, ക്ലീനായിരുന്നു വലുതായിരിക്കും സെലക്ഷനെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാസ്ക് ക്ലിക്ക് ചെയ്തിട്ട് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി. അപ്പോൾ ബ്രഷിൻ്റെ കളറ് വൈറ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക കാണിക്കും. അത് റേസ് ചെയ്യാനായിട്ട് ബ്ലാക്ക് ആക്കിയിട്ട് മാസ്കിൽ പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ഹൈഡ് ചെയ്ത് പോയിക്കോളും തന്നെ. അപ്പം അങ്ങനെ നമുക്ക് സെലക്ഷൻ ക്ലീൻ ആക്കി എടുക്കും. അപ്പോൾ നമ്മൾ സെലക്ഷൻ ക്ലീൻ ആക്കിയിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് ഇതിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ടും ചെയ്യണം. ഒരു 3 കോപ്പികൾ ഉണ്ടാകണം. അപ്പോൾ 3 കോപ്പിക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് കൺവേർട്ട് ഫോർ സ്മാർട്ട് ഫിൽറ്റർ എന്നുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫിൽറ്റർ ആയിട്ടങ്ങ് പോകും. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഡയലോഗ് ബോക്സ് വരും, അത് ജസ്റ്റ് ഓക്കെ അടിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ 3 കോപ്പി ഉണ്ടാകും. അപ്പോൾ 3 കോപ്പി ഉണ്ടാക്കാനായിട്ട് നമ്മൾ Ctrl+J പ്രസ് ചെയ്യും, ലെയർ സെലക്ട് ചെയ്തിട്ട്. ഇപ്പോൾ Ctrl+J 2 പ്രാവശ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ 3 കോപ്പി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 3 കോപ്പി 3 ഉപയോഗമായിട്ട് നമ്മൾ ഉണ്ടാകണം. ഇപ്പോൾ ഫസ്റ്റ് കോപ്പി എന്ന് പറയാൻ നമ്മുടെ എഫക്റ്റ് കൊടുക്കാനായിട്ട്, നമ്മുടെ കാർട്ടൂൺ എഫക്റ്റ് കൊടുക്കാൻ. രണ്ടാമത്തെ കോപ്പി നമുക്ക് ഔട്ട്ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ കോപ്പി യൂസ് ചെയ്യുന്ന ഒരു ഹൈ പാസ് എഫക്റ്റ്, അതായത് നമ്മൾ തൊലിയൊക്കെയില്ലേ ഒന്ന് സോഫ്റ്റ് ഒക്കെ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. മിക്കപ്പോഴും ഈ റീടച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഹൈ പാസ് ചെയ്തിട്ട് ജസ്റ്റ് ആ എഫക്റ്റ് വേണ്ട സ്ഥലത്തൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് റീനെയിം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കോപ്പി എഫക്റ്റ്, രണ്ടാമത്തെ കോപ്പി ഔട്ട്ലൈൻ, മൂന്നാമത്തെ കോപ്പി ഹൈ പാസ്. എന്നിട്ട് നമ്മൾ ഈ ബാക്കി 2 ലെയറും അൺഹൈഡ് ചെയ്തതാണ്. നമുക്ക് എന്താ ആവശ്യമില്ല, പിന്നെ ആവശ്യം വന്നോളൂ. അപ്പോൾ 2 കോപ്പി അൺഹൈഡ് ചെയ്താൽ ഇനി നമുക്കിനി എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ആ എഫക്റ്റിൽ നിന്ന് ലെയർ സെലക്ട് ചെയ്തിട്ട് നേരെ ഫിൽറ്ററിൽ പോവുക, ഫിൽറ്റർ ഗാലറി പോവുക. എന്നിട്ട് പോസ്റ്റർ എഡ്ജസ് എന്നൊരു സംഭവം കണ്ടു, ആ എഫക്റ്റ് നമ്മൾ കൊടുക്കാം. അത് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. എഡ്ജ് തിക്നെസ് 0 ആക്കുക, പോസ്റ്ററൈസേഷൻ 2 ആക്കി വയ്ക്കുക. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ചെറുതായിട്ടൊരു എന്താ കാർട്ടൂൺ എഫക്റ്റ് പോലെ വന്നുണ്ട് അവിടെ ഇവിടത്തേക്ക് ആയിട്ട്. ജസ്റ്റ് ഓക്കെ കൊടുത്തത്. ഇനി നമുക്ക് ഇതിനെ അൺഷാർപ്പ് ചെയ്യണം. അൺഷാർപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഫിൽറ്ററിൽ പോവുക, ഷാർപ്പിന് പോവുക, അൺഷാർപ്പിന് അവസാനം എടുക്കേണ്ടതായിരിക്കും. ജസ്റ്റ് ഓക്കെ അടിക്കുക. അത് എമൗണ്ട് 90 ആക്കുക. അപ്പോൾ സംഭവം ഞാൻ എൻ്റെ വാല്യൂസൊക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് വയ്ക്കാം, കാരണം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ചെയ്ത് പണിയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു ഓയിൽ പെയിൻറ്റ് എഫക്റ്റ് കൊടുക്കണം. അതിലും ഇത് നമ്മൾ ഫിൽറ്ററിൽ പോവുക, സ്റ്റൈലൈസ് ഓപ്ഷനിൽ പോവുക, ഓയിൽ പെയിൻറ്റ് എന്നുള്ള ഒരു സംഭവം ഉണ്ടോ, ഇത് കൊടുക്കുക. അപ്പോൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം ചെറിയൊരു ഓയിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു എഫക്റ്റ് കിട്ടാറുണ്ട് ഈ പല പെയിൻറ്റിങ്സിലൊക്കെ. ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും, കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും. ആ എഫക്റ്റ് ഓരോ സ്ഥലത്തൊക്കെ എന്താ പറയുക ഒരു സംഭവം കിട്ടും. അപ്പോൾ അതും ഈ വാല്യൂസ് കൊടുക്കുക. ഞാൻ ടൈപ്പിൽ വെച്ചേക്കാം, എല്ലാം പറയാനുള്ള ഒരു നാക്കിന് ബലമില്ല, വിട്ടു പോകണ്ട ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ പരിപാടി നമ്മൾ കഴിഞ്ഞു. നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം ഒരു എഫക്റ്റ് ആയിട്ടുണ്ട് നമുക്ക്.
എന്താ അവിടെ ഇവിടെയൊക്കെ അതൊരു എഫക്റ്റ് ആയിട്ടുണ്ട്. മുടിയിലും ഫേസിലൊക്കെ എഫക്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒന്നുകൂടെ അൺഷാർപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നില്ലാന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് അൺഷാർപ്പ് പോലെ തന്നെ ഷാർപ്പിൻ്റെ കൂടെ അൺഷാർപ്പ് ചെയ്യാം. 90% കൊടുത്താലും മതി. നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻസ് മറയ്ക്കണം, അടുത്ത പരിപാടി. അപ്പോൾ ഔട്ട്ലൈൻസ് മറയ്ക്കുന്ന സെയിം പരിപാടി നമ്മൾ ഫിൽറ്റർ തന്നെ പോയിട്ട് ഈ പോസ്റ്റ് അഡ്ജസ്റ്റ് കൊടുക്കണം, അൺഷാർപ്പ് ചെയ്യണം, പിന്നെ ഓയിൽ പെയിൻ്റൊക്കെ ചെയ്യണം. പക്ഷേ വാല്യൂസിൻ്റെ വ്യത്യാസം ഒന്ന് മാത്രമേ ഒരു മാറ്റമുള്ളൂ. നമുക്കൊന്നും കൂടി പോവാം, ഫിൽറ്റർ ചെയ്യാതെ ഓപ്പൺ ആക്കുക, പോസ്റ്റ് അഡ്ജസ്റ്റ് പോവുക, പോസ്റ്റ് എഫിഷ്യൻ 6 ആക്കുക, ഈ 4 ആക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഞാൻ അപ്പോൾ 4 വെക്കുന്നത് ടോക്കി അടിക്കുക. ഇത് നമുക്ക് അൺഷാർപ്പ് ചെയ്യേണ്ടി വരും. ഇതുപോലെ ഫിൽറ്ററിൽ പോവുക, ഷാർപ്പിന് പോവുക, അൺഷാർപ്പ് ചെയ്യുക. അടുത്ത് വാല്യൂ 60 ആക്കുക, 60 ആക്കി വയ്ക്കുക. ഓക്കെ കൊടുക്കുക. ഓയിൽ പെയിൻറ്റിൻ്റെ വാല്യൂ മാറുന്നില്ല, അത് സെയിം ആക്കിയെന്ന് വെച്ചാൽ മതി. ഇതുപോലെ ഓയിൽ പെയിൻറ്റ് പോവുക, സ്റ്റൈലിഷ് പോവുക, അവിടെ പോയി ഓയിൽ പെയിൻറ്റ് വയ്ക്കുക, ജസ്റ്റ് ഓക്കെ അടിച്ചു പോവുക. നമുക്ക് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് മാറ്റിയിട്ട് ഓവർലേ ആക്കണം. അപ്പോൾ ഇതിൻ്റെ നോർമൽ കിടക്കുന്ന കണ്ടോ, ആ നോർമൽ പോയി ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓവർലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ എഫക്റ്റിന് കുഴപ്പമില്ല. അത് ഓവർലേ നമുക്ക് ഒപ്പാസിറ്റി മാറ്റിയാൽ മതി. അതിനെ കാണിച്ചു തരാം. നോർമലി പോവുക, ജസ്റ്റ് ഓവർലേ ക്ലിക്ക് ചെയ്യാം. ഇത്ര ഒപ്പാസിറ്റി ഒരു 28 കൊടുത്താൽ മതി. ഓരോ ഫോട്ടോയ്ക്കനുസരിച്ച് മാറും. 28-30 വരത്തുള്ളൂ മിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണാൻ പറ്റും കണ്ടോ, ഒരു ഔട്ട്ലൈനൊക്കെ ഒന്ന് മാർക്ക് ചെയ്തും മുടിയുടെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് എന്താ പറയുക ഒരു കാർട്ടൂൺ എഫക്റ്റിൻ്റെ ആ ഒരു ഔട്ട്ലൈൻസ് ഉണ്ടാവില്ല, ആ മാർക്കിംഗ് പോലെ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ അൺഹൈഡ് ചെയ്യുമ്പോഴും ആ ചെറിയ മാറ്റം കണ്ടു നമുക്കറിയാൻ പറ്റില്ലേ. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് അടുത്ത പരിപാടി ഹൈപ്പാസ്, സ്കിന്നൊക്കെ സോഫ്റ്റ് ആക്കി എടുക്കുന്ന പരിപാടി. മിക്ക ഇൻസ്റ്റാഗ്രാം ചെയ്യുന്ന ആൾക്കാർ പരിപാടി ചെയ്യുന്നത് ഈ ഹൈപ്പാസിലൊക്കെ ചെയ്ത് കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കിയിട്ട് ഹൈപ്പാസ് ചെയ്യാനായിട്ട് ഫിൽറ്റർ തന്നെ പോവുക, അതേഴ്സിൽ പോവുക, ഹൈപ്പാസ് വെക്കുക, അത് റേഡിയസ് 2.0 ആക്കുക, ഓക്കെ കൊടുക്കുക. ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡും നമുക്ക് ഓവർലേ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക, ഒപ്പാസിറ്റി മാറ്റേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മാറ്റിയേക്ക് ചെറിയതായിട്ടൊരു പൊടിക്ക് മാറ്റിയാൽ മതി. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ കണ്ടോ. അപ്പോൾ അൺഹൈഡ് ചെയ്തും കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു മാറ്റം കണ്ടു. ചെറിയൊരു എന്താ മുടി അവിടെയൊക്കെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു മാറ്റം ഉണ്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മളൊരു ഫോട്ടോഷോപ്പിൽ എന്താ കാർട്ടൂൺ എഫക്റ്റ് കൊടുക്കുക എന്നൊരു പരിപാടിയിൽ ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് കാണിക്കാൻ കുറച്ച് ടിപ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ നമുക്ക് അതിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല കളർ വല്ല ആഡ് ചെയ്യാം. വേറെ കുറച്ച് വല്ല ബ്രൈറ്റ് ആണോ വല്ല മഞ്ഞയോ നീലയോ അങ്ങനത്തെ വല്ല കളർ വല്ല ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ കാർട്ടൂൺ എഫക്റ്റ് കുറച്ചും കൂടെ എന്താ പറയുക ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. അതുമല്ല എന്താ പറയുക ഈ ബാലരമേലെ കൊണ്ട സ്റ്റൈലൊക്കെ ഇല്ലേ, ആ ഒരു സ്റ്റൈലിൽ നമുക്കത് കിട്ടും. അപ്പോൾ നമുക്കങ്ങനെ കളർ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ പോവുക, സോളിഡ് കളേഴ്സ് എന്ന് കണ്ടോ, ഇൻസ്റ്റ ക്ലിക്ക് ചെയ്യുക. പാലും മഞ്ഞ വൈറ്റ് ആയിരിക്കും, നമ്മൾ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ കണ്ടോ റെഡായി. നമുക്ക് വല്ല മഞ്ഞയോ നീലയോ പച്ചയോ അങ്ങനെ കളർ. അപ്പോൾ ഞാൻ മഞ്ഞനെ കൊടുക്കാൻ പോകുന്നത് ഇത് മഞ്ഞ മതി, ഓക്കെ കൊടുക്കാം. ഇത് പച്ച കളർ മഞ്ഞയാണ്. അപ്പോൾ നമുക്കിനി കളർഫുൾ ലെയർ താഴേക്ക് വലിക്കുമ്പോഴത്തേക്കും കണ്ടോ ഇങ്ങനെ എഫക്റ്റ് കിട്ടും. അപ്പോൾ എന്താ പറയുക ഒരു കാർട്ടൂൺ എഫക്റ്റ് അങ്ങനെയൊക്കെ കിട്ടാം. സായിപ്പായതുകൊണ്ട് ആ ഒരു എന്താ പറയുക എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ തലയുടെ ഭാഗം വലുതാക്കി വയ്ക്കാം. അപ്പോൾ നമുക്കൊരു ഫണ്ണി എഫക്റ്റ് കിട്ടും. നമ്മുടെ ഫേസ് മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് വലുതായി കഴിഞ്ഞാൽ അതെന്തോ ഒരു തമാശ ലുക്ക് കിട്ടും. സായിപ്പായതുകൊണ്ട് അത്ര ലുക്കൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടാച്ച പണിയായിരിക്കും. എന്നാൽ നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തലഭാഗം ഫേസ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ക്വിക്ക് സെലക്റ്റിൽ പോവുക, ടൂറിനെ ഫേസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ സെലക്ഷൻ കയറിയെന്ന് വരുന്ന പറയും കണ്ടോ. അപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം സെലക്ട് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൾട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് വേണ്ടാത്ത ഭാഗങ്ങളൊന്ന് ഓടിച്ചെടുത്താൽ മതി. കണ്ടോ ഇപ്പോൾ ഏകദേശം ഒരു ഡീസൻറ്റ് സെലക്ഷൻ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോപ്പി എടുക്കണം. അപ്പോൾ കോപ്പി എടുക്കാനായിട്ട് Ctrl+C കോപ്പി, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, കോപ്പി നോക്കുക. എന്നിട്ട് പേസ്റ്റ് ചെയ്യാൻ Ctrl+V ആയില്ല,
സോറി, ഞാൻ ലെയർ മാറ്റി വെച്ചാണ്. അത് ശ്രദ്ധിക്കേണ്ട കേസാണ്. ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്താണ് ആ കളറിൻ്റെ ലെയർ സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി സെലക്ട് ചെയ്യാം. ഉണ്ടോ, ഇപ്പോൾ സബ്ജക്റ്റിന് മാറ്റി കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ നമുക്കിനി ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ സബ്ജക്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഇനി കൺട്രോൾ പ്ലസ് സിയും കൊടുത്തു കഴിഞ്ഞാൽ കണ്ടു ഇവിടെ പുതിയ ലെയർ വന്നിട്ടുണ്ട്, തല മാത്രമായിട്ട്. നമുക്ക് മൂട്ടുകൾ സെലക്ട് ചെയ്യുക, ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് വലിക്കുക. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എന്താ ഏതെങ്കിലും പോയിന്റ് വെച്ച് വലിക്കുമ്പോഴത്തേക്കും ഈക്വൽ ആയിട്ട് വലിഞ്ഞു വന്നോളും. എന്നിട്ട് നമുക്ക് ആ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ എന്താ പറയുക പ്ലേസ് ചെയ്യാം. തല ഒന്ന് വലുതാക്കിയിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. നിങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ താഴത്തെ ആ സബ്ജക്റ്റിൻ്റെ ലെയറും കൂടി ഒന്ന് ചെറുതായി കൊടുക്കുമ്പോഴത്തേക്കും അതിനൊക്കെ അടിച്ച് കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ഇവിടെയൊക്കെ നിങ്ങനെ ഒരു വൃത്തികേടൊക്കെ ഇരിക്കണില്ലേ, അപ്പം നമുക്ക് ജസ്റ്റ് മാസ്ക് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രഷ് എടുക്കുക, ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കിയിട്ട് അല്ലെങ്കിൽ ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങ് കൊടുക്കുക ചെറുതായിട്ട്. ആ സൈഡിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു എഫക്റ്റ് കിട്ടും. അത് നമുക്കൊന്നും കൂടി തലഭാഗം കുറച്ചൊന്നും ചെറുതാക്കാം. മുടിയുടെ ഭാഗം ഒന്നും പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ തല വലുതാകുമ്പോൾ ചെറിയൊരു ഫണ്ണി എഫക്റ്റ് കിട്ടി നമുക്ക്. ഇനി ടിപ്പ് നമ്പർ 3, ഏതെങ്കിലും ഷേപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പ് തന്നെ മതി. കുറച്ച് പറയാൻ എളുപ്പം. ഷേപ്പ് നമ്മൾ ഒരു ഫുൾ ഫോട്ടോ പുറത്ത് വന്ന രീതിയിലോ അല്ലെങ്കിൽ ഷേപ്പിന് ഉള്ളിൽ വന്ന രീതിയിലോ ഒന്ന് പേസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ഈ ചില ആൾക്കാരുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പ്രൊഫൈൽ കണ്ടില്ലേ, ആ ഒരു വട്ടത്തിന്മേൽ പുറത്തായിട്ടില്ല അകത്തായിട്ടോ ഒന്നിങ്ങനെ ഒരു എഫക്റ്റ് ആ പരിപാടി കൊടുക്കാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്കാദ്യം ഈ തലയും ഉടലും കൂടി ഒന്ന് മെർജ് ചെയ്യാം. സെലക്ട് ചെയ്ത് കണ്ട് മെർജ് ലെയർ കൊടുക്കുക, മെർജായിട്ടുണ്ടാവും. ഒക്കെ അതും ഒന്ന് സ്മാർട്ട് ലെയർ ആക്കുക. അങ്ങനെ സ്മാർട്ട് ലെയർ ആക്കി അങ്ങനെ മാസ്കും കൊടുക്കാം. നമുക്ക് അങ്ങനെ മാസ്കും കൊടുത്തു. നമുക്കിതിനെ ഹൈഡ് ചെയ്യാം. മാസ്ക് ഹൈഡ് ചെയ്യാനായിട്ട് Ctrl+I കണ്ടോ, ഇപ്പോൾ സംഭവം ഹൈഡായി പോയിട്ടുണ്ട്. മാസ്കിൽ സംഭവമുണ്ട്, ജസ്റ്റ് ഹൈഡായി പോയിട്ടുണ്ട്. നമുക്ക് ഷേപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എലിപ്സിലാണ് കളക്കണം. എലിപ്സ് എന്ന് പറയും, സർക്കിൾ പരിപാടി തന്നെ. അതിൽ നമ്മൾ ഫില്ലിൽ നമ്മൾ പോയിട്ട് അല്ലെങ്കിൽ നീലയോ കൊടുത്താൽ മതി. നമുക്ക് ഈ മഞ്ഞയിലാകുമ്പോഴേ ആ ഒരു എന്താ പറയുക ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഷിഫ്റ്റ് നോക്കിയിട്ട് ഒരു സർക്കിൾ പിടിക്കുക. ഷിഫ്റ്റ് സർക്കിൾ പിടിക്കുമ്പോഴത്തേക്കും പല പെയിൻറ്റ് പഠിച്ചു കൊടുക്കണ്ടോ. ഈ പെയിൻറ്റ് പഠിച്ചു കൊടുക്കുക അറിയാം. ഷിഫ്റ്റ് ഒക്കെ സർക്കിൾ പഠിക്കുമ്പോഴത്തേക്കും ഒരു പെർഫെക്റ്റ് സർക്കിൾ തന്നെ കിട്ടും. ഇത്തിരി വീനക്കുക, അത്യാവശ്യം സെൻറ്ററാക്കി വയ്ക്കുക, എന്നിട്ട് താഴേക്ക് മാറ്റുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇത് ഫുള്ള് ചെറുതാക്കിയിട്ട് ഒരു സർക്കിളിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് എന്താ പറയുക പെയിൻറ്റ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ സർക്കിളിൻ്റെ തല മാത്രം പുറത്ത് വന്ന രീതിയിൽ ആക്കി വയ്ക്കാം. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന സർക്കിളിൻ്റെ തല പുറത്ത് വന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് ഇതുപോലെ തന്നെ നമുക്ക് ഈ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഹൈഡ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ വൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. പക്ഷെ അതൊരു നെഗറ്റീവാണ്, കാരണം ശരിക്കും കോൺസെൻട്രേഷനൊക്കെ കൂടുതൽ ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുന്ന ചെറിയ പരിപാടിയുണ്ട്, ഒരു എളുപ്പ പരിപാടിയുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഫുള്ള് പരപോലെ ആക്കിയിട്ട് ഈ മാസ്ക് ക്ലിക്ക് ചെയ്യുക, Ctrl+I നിൽക്കുക. ഇപ്പോൾ മാസ്ക് ഇൻവേർട്ട് ആയി പോകും. എന്നിട്ട് നമ്മൾ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഈ എലിപ്സ് എന്ന ലെയർ ഉണ്ടോ
അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട് സർക്കിളൊന്ന് ചുറ്റുമായിട്ട്. നമ്മൾ മാസ്കിൽ പോവുക, മാസ്കിൻ്റെ സ്ഥലത്ത് മാസ്കിൽ പോവുക, ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ബ്രഷ് എടുക്കുക, എന്നിട്ട് പെയിൻറ്റ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് എഡ്ജിലൊക്കെ ഒന്ന് പെയിൻറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ആ സർക്കിളിൻ്റെ ഔട്ട്ലൈൻ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ D അടിക്കുക സെലക്ഷൻ പോകാനായിട്ട്. ഈ ബാക്കി തലഭാഗമല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ മാസ്ക് ഞാൻ നോക്കുക, ജസ്റ്റ് കണ്ടോ പെയിൻറ്റ് ചെയ്ത് വയ്ക്കുക. കുഴപ്പമില്ല, ഭംഗിയായിട്ട് സംഭവമായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ അന്ന് ബാക്കിൽ വല്ല എന്താ പറയുക വല്ല ഏതെങ്കിലും എലമെൻറ്റോ ഒക്കെ ഒന്ന് ആഡ് ചെയ്യാം. അതെങ്കിലും ഇഷ്ടമുള്ള പോലെ തന്നെ ആഡ് ചെയ്യാം. ഇപ്പോൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ പരിപാടി, നമ്മുടെ മെയിൻ പരിപാടി. നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. വേണമെങ്കിൽ ആ സർക്കിളും ആ ഒരു ലെയറും ഒന്ന് മെർജ് ചെയ്തിട്ടേക്കാം. എന്നിട്ട് സൂം ചെയ്യുമ്പോഴത്തേക്കും ഒരു കാർട്ടൂൺ എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുള്ള നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, കണ്ടോ ഒരു കാർട്ടൂൺ എഫക്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. തിരക്കേടില്ല വിചാരിക്കുന്നു. അപ്പോൾ അത്രയുണ്ടായിരുന്നു നമ്മളെ വീഡിയോ. അങ്ങനെ കാർട്ടൂൺ എഫക്റ്റ് ഉണ്ടാക്കാനുള്ള വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ കാര്യമില്ല, കാരണം ഫസ്റ്റ് വീഡിയോ ആയതും കുറേ തെറ്റൊക്കെ സംഭവിച്ചുകൊണ്ടും കുറേ ഒക്കെ വന്നുകൊണ്ടും മിക്കവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവായിരിക്കും. ഇത് ഭാവിയിൽ ഞാൻ ശരിയാക്കി എടുത്തോളാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും പോയി ചെക്കൗട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് പറഞ്ഞു ദയവ് ചെയ്ത് ഈ ഫോട്ടോഷോപ്പിൽ വർക്കൊന്നും അത്രല്ലെന്ന് വിചാരിക്കരുത്, അത്യാവശ്യം നല്ല വർക്ക് ചെയ്യുന്നതാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അത് കൂടുതലും വന്നേക്കുന്ന ഈ സെൽഫ് പോർട്രേറ്റ്സാണ് വന്നേക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്ന ഫോട്ടോസ് അത് ഫോട്ടോഷോപ്പിലാക്കി ആക്കി മാറ്റുന്ന പരിപാടിയാണ് അതായത് കൂടാതെ വന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പോയി ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻസ്റ്റയും ഫോളോ ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിലും ഫോളോ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ, എന്നെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ പേര് യൂറിയസ് ആബു, പുണ്യാളെന്നും വിളിക്കും ആൾക്കാർ. അപ്പോൾ സൈനിങ് ഓഫ്, ടാറ്റ.